നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ. എൻ്റെ സുഹൃത്തും സീനിയറുമായ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡോറിൽ 10 പേർ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ തരുന്ന വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ള വാർത്ത വന്നേക്കുന്നു. അത് ഇൻഡോർ ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇൻഡോർ വർഷങ്ങളായി BJP സർക്കാർ വന്നേ പിന്നെ സ്വച്ഛ ഭാരത് സർവേ ഉണ്ട്. അതിൽ ഏറ്റവും ക്ലീൻ സിറ്റിയാണ്, സ്മാർട്ട് സിറ്റിയാണ്. അതായത് ഈ BJP സർക്കാർ ചെയ്യുന്ന ഒരു ബ്രാൻഡിങ് ഉണ്ട്. ചില സിറ്റികളുടെ ഇതിൽ ബ്രാൻഡിങ് പ്രോസസ്സുകളുണ്ട്. ഇതൊന്ന് സ്വച്ഛ ഭാരതാണ്, മറ്റേത് സ്മാർട്ട് സിറ്റി. അതിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഇൻഡോറിലെ 10 പേർ മുനിസിപ്പൽ വെള്ളം കുടിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പുതിയ തിരുവനന്തപുരം മേയർ തിരുവനന്തപുരത്തെ സ്വർഗമാക്കുന്നുള്ള മട്ടിൽ ചില ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതായത് ഈ ബ്രാൻഡിങ് ആണോ താഴേക്കരയിലുള്ള ഈ വികസനം എന്ന് പറയുന്നത്? എന്താണ് വികസനം? നിങ്ങൾക്ക് ക്ലീൻ സിറ്റിയിലും സ്മാർട്ട് സിറ്റിയിലും നിങ്ങൾക്ക് കുടിവെള്ളം നേരാമണ്ണം കൊടുക്കാൻ കഴിയുന്നില്ല മുനിസിപ്പാലിറ്റിയെങ്കിൽ എന്താണ് നിങ്ങൾ സ്വച്ഛ ഭാരതം കൊണ്ടും സ്മാർട്ട് സിറ്റി കൊണ്ടും വികസനം കൊണ്ടും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയുടെ ഈ വികസന സങ്കല്പത്തിന്റെ ഒരു പൊടിച്ചെഴുത്തിലല്ലേ ഇൻഡോറിൽ നടന്നിരിക്കുന്നത് സർ? അതെ ചെറിയ 100% ഏറ്റവും ഒടുവിലത്തെ പൊളിച്ചെഴുത്ത്. ഞാൻ അങ്ങനെ പറയുന്നത് ഇത് ആദ്യത്തേതല്ല. ഈ അമൃതകാലം, സ്വച്ഛ ഭാരതം ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള അതിതീവ്ര ദേശീയതയിൽ പൊതിഞ്ഞ മുദ്രാവാക്യങ്ങൾ, ഒരു ഒട്ടോപ്യൻ സങ്കല്പങ്ങൾ, മിത്തലോജിക്കൽ അച്ചീവ്മെന്റ്സ്, ഇത് കാണിക്കുക എന്നുള്ളത് എല്ലാ ഫാസിസ്റ്റുകളുടെയും ഒരു പ്രധാന ഇറ്റലിയിലും അങ്ങനെ, ഫ്രാൻസ്, ജർമ്മനിയിൽ അങ്ങനെയായിരുന്നു. ഏറ്റവും ചെറിയ നല്ല കാർ ഉണ്ടാക്കുന്നത് ഹിറ്റ്ലറിന്റെ കീഴിലായിരുന്നു. എന്താ കാറിന്റെ ബ്രാൻഡ്? ബീറ്റിൽ ആണ്. ഹിറ്റ്ലറുടെ കാലത്ത് ബീറ്റിൽ എന്ന സാധാരണക്കാരന് വേണ്ടിയുള്ള കൊച്ചു കാർ, അത് എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും എല്ലാ ഈ പറയുന്ന റേസിസ്റ്റ് ആയിട്ടുള്ള ഏകാധിപത്യങ്ങളും അവരുടെ പ്രദർശനത്തിന്റെ, അവരുടെ വിജയം പ്രദർശിപ്പിക്കാൻ ഉണ്ടാക്കുന്ന കെട്ടുകഥകളുടെ ഒരു കെട്ടഴിയലാണ് ഇപ്പോൾ നമ്മൾ ഇൻഡോറിൽ കണ്ടത്. ഇൻഡോർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പൽ ഭരണമുള്ള നഗരമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അടുത്ത കാലത്ത് ഞാൻ പോയിട്ടില്ല ഇൻഡോറിൽ. താങ്കൾ പോയിരിക്കും, താങ്കൾ വടക്കേ ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട്. ഇൻഡോറിനെ കണ്ടുപഠിക്കൂ. ഇൻഡോറിന്റെ ശുചിത്വം കാണൂ, ഇൻഡോറിന്റെ കുടിവെള്ള പദ്ധതി കാണൂ, റോഡുകൾ കാണൂ, വിദ്യുച്ഛക്തി കാണൂ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ആളുകൾ, കേരളത്തിൽ നിന്നും മറ്റും ആളുകൾ ഇൻഡോർ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. എന്നിട്ട് അതിന്റെ ഷോ പീസാണ് RSS BJP ഭരണത്തിന്റെ ഗവർണൻസിന്റെ ഇന്ത്യയിലെ ഷോ പീസ് ആയിട്ടുള്ള ഇൻഡോറിലാണ് ഈ 10 പേർ അവരുടെ പൈപ്പിൽ നിന്നുള്ള വെള്ളം കുടിച്ച് മരിച്ചത്. പക്ഷെ ഇത് പുതിയതല്ല. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തകർന്ന പാലങ്ങളുടെ കണക്ക് ചെറിയാൻ മറന്നുപോയോ? എവിടെയാണ് തകർന്നത്? തിളങ്ങുന്ന മോഡിയുടെ ഗുജറാത്തിൽ, ഇന്ത്യ മുഴുവൻ ഗുജറാത്താക്കാൻ നടക്കുന്ന സർക്കാരിന്റെ ഗുജറാത്തിൽ പൊളിഞ്ഞു വീണ പുതിയ പാലങ്ങൾ, ബീഹാറിൽ പൊളിഞ്ഞു വീണ പാലങ്ങൾ, ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ഇൻഡോർ പറയേണ്ടി വന്നത്. എന്തിന്? ഉത്തർപ്രദേശിലെ കെട്ടിടങ്ങൾ ബുൾഡോസ് ചെയ്ത്, പിന്നെ ആശുപത്രി മരണങ്ങൾ എന്താണ് ചെറിയ, നമ്മൾ മറന്നുപോയോ? എത്ര കുട്ടികളാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ഭരണത്തിൽ മരിച്ചത്? എനിക്ക് അതിന്റെ കൃത്യം മറന്നുപോയി, എന്റെ ഓർമ്മയില്ല. ഞാൻ അതിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം മെറ്റയോടോ മറ്റോ ചോദിച്ചാൽ വേണമെങ്കിൽ കണ്ടെത്താൻ കഴിയും. നമ്മൾ അധികം ശക്തമായി പ്രതിഷേധിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ കൊച്ചു കുട്ടികൾ ഉള്ള ആശുപത്രിയിൽ ആ കുട്ടികൾ വെന്തു മരിക്കുന്നതെന്ന്? അതും ഈ ആദിത്യ യോഗിരാജിന്റെയും അമൃതകാലത്തുമല്ലേ? ഇങ്ങനെ ഓരോ തലത്തിലും വികസനത്തിന്റെ സ്വപ്നകാലം, സുവർണ യുഗമെന്ന് ഇവർ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അതിന്റെ അഴുകിയ അടിവയർ,
അഴുകിയ അടിവയർ. മുതലാളിത്ത ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾക്ക് എല്ലാം നൽകിക്കൊണ്ട് എയർപോർട്ടും ആണവ നിലയങ്ങളും തുറമുഖങ്ങളും റോഡുകളും എല്ലാം നൽകി 2-3 മുതലാളിമാർക്കും അവരുടെ സബ് കോൺട്രാക്ടർമാർക്കും നൽകിക്കൊണ്ട് വികസനം എന്ന് പറയുന്ന ഗാന്ധിയെ ആകെ ശുചിത്വത്തിന്റെ ആള് മാത്രമാക്കി മാറ്റിക്കൊണ്ട് നടത്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ആ കക്കൂസുകളുടെ സ്ഥിതി എന്തായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമായി തുറന്നു കാട്ടപ്പെട്ടില്ലേ? വെറും ഇതും മണ്ണിൽ വരച്ച വരയായിരുന്നു എല്ലാവർക്കും ടോയ്ലറ്റ് സൗകര്യം എന്നുള്ളത്. അപ്പോൾ ഈ വികസനത്തിന്റെ കാപ്പട്ട മുഖം എന്റെ ചോദ്യം ഇതാണ്, ഇത് ഇലക്ഷന് വേണ്ടി അധികാരം പിടിക്കാൻ വേണ്ടി ഉള്ള ചില ബ്രാൻഡിങ്ങുകൾ മാത്രമായി വികസന മുദ്രാവാക്യം BJP തീർത്തിരിക്കുന്നു എന്നാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം ഇപ്പോൾ ബംഗാളിലും അസാമിലും ഇലക്ഷൻ നടത്തുവാണ്. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ കൽക്കട്ടയിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് തുടങ്ങുന്നു. അടുത്തത് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്കാണ്. അതായത് ഇലക്ഷൻ കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട്. ഇതാണോ വികസനം എന്ന് പറയുന്നത്? അത് ഇലക്ഷന് 6 മാസം മുമ്പ് നിങ്ങൾ ചില പരിപാടികൾ അവതരിപ്പിക്കുക, ബീഹാറിൽ 10,000 രൂപ കൊടുത്ത് സ്ത്രീകളെ എംപവർ എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുക. ഇത് എന്ത് തരം വികസനമാണെന്ന് നമുക്കാർക്കും മനസ്സിലാവും. അതും സർക്കാരിന്റെ ചെലവിലാണ് മുഴുവൻ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി മുഴുവൻ ചെയ്യുന്നത് മാത്രം എടുത്താണ്. അപ്പൊ ഇതാണ് അതെ, അത് നമുക്ക് അവരുടെ മനസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും വലിയത് ഞങ്ങൾ ചെയ്തു എന്ന് കാണിക്കണം. അത് ഏത് ഫാസിസ്റ്റിന്റെയാണ്? സ്പെക്ടാക്കിൾ. ആ സ്പെക്ടാക്കിളിനാണ് പിന്നെ ഏറ്റവും വലിയതാണ് ഏറ്റവും വലിയ സർദാർ പട്ടേലിന്റെ പ്രതിമ, ഏറ്റവും ഏറ്റവും വലിയ അയോധ്യ ക്ഷേത്രം. ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ, കണ്ണിഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇനി വരുന്നു ഏറ്റവും ബുള്ളറ്റ് ട്രെയിൻ. 7 കൊല്ലം പിന്നിലാണെങ്കിലും ഇപ്പോഴും ബോംബെ അഹമ്മദാബാദ് വരുന്നു ബുള്ളറ്റ് ട്രെയിൻ കീറി മുറിച്ചുകൊണ്ട്. ഇത്തരത്തിലുള്ള കണ്ണിഞ്ചിപ്പിക്കുന്ന ഈ പറയുന്ന കെട്ടുകാഴ്ചകൾ, അതാണ് വാക്ക്, കെട്ടുകാഴ്ചകൾ, സ്പെക്ടക്കിൾ ഇല്ലാതെ ഫാസിസം ഇല്ല. അത്തരത്തിലുള്ള സ്പെക്ടക്കിളുകളെ വികസനമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് താങ്കളുടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാത്രമല്ല, ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയുടെ അടിസ്ഥാന തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ കണ്ണിഞ്ചിപ്പിക്കുന്ന കെട്ടുകാഴ്ചകളെ വികസനമായി സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ നിൽക്കുക എന്നുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചരിത്രം അത് അനുവദിക്കുകയില്ല, യാഥാർത്ഥ്യം അത് അനുവദിക്കുകയില്ല. പൊളിയുന്ന പാലങ്ങളും. നമ്മൾ ഇത് ചർച്ച ചെയ്യാനേ എനിക്ക് തോന്നിയത്, തിരുവനന്തപുരത്തെ മേയർ പല വികസന പരിപാടികളിൽ ഒരാഴ്ചക്കകം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു KSRTCയുടെ ഇലക്ട്രിക് ട്രെയിന് പകുതി പൈസ കേന്ദ്രമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറയുന്നു. ഇത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നത്? ലോക്കൽ ബോഡിയിൽ ഇരിക്കുന്ന ഒരു മേയർ പറയുവാണ് അവിടുത്തെ ഇലക്ട്രിക് ബസ് അതിൻ്റെ ഒരു സബ്സിഡി കേന്ദ്രം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കൺട്രോൾ വേണമെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നത്, ഞാനത് പല സോഷ്യൽ മീഡിയയിൽ എഴുതി, ഇത് പുത്തനച്ചിരി പുറപ്പുറം തൂക്കി. അതാണ്. അത് മാത്രമല്ല, ഇവരുടെ വികസന സങ്കല്പം എന്താണെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇതൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ചെറിയാൻ വേറെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. അതായത് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് മറന്നോ? തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ക്ലബിനെ കൊണ്ടുവരാനുള്ള സൗകര്യമില്ലാത്ത തിരുവനന്തപുരത്ത് ഉടനെ തന്നെ അതിവേഗം ഒളിമ്പിക്സ് നടത്തുമെന്ന മുദ്രാവാക്യം പറയാൻ നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത ജനങ്ങളെ അത്ര അവരുടെ ബുദ്ധിശേഷിയെ ഇത്ര താഴ്ത്തിക്കെട്ടുന്ന ഒരു ചിന്താഗതിയാണ് RSS BJP ഇന്ത്യയിൽ പ്രതിദാനം ചെയ്യുന്നത്. ബനാലിറ്റി ഓഫ് ഈവിൾ അരണ്ട് പറഞ്ഞു. വീണ്ടും അതിന്റെ എന്താ പറയണ്ടേ, ബുദ്ധിശൂന്യതയോ അല്ലെങ്കിൽ അതിന്റെ നിലവാരക്കുറവോ അതാണ്. പ്രചരണത്തിന് പോലും നിങ്ങൾക്ക് പറയാൻ മടി. പക്ഷേ ഏറ്റവും അപകടകരമായ കാര്യം, നമ്മളുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളും ഇത്തരത്തിലുള്ള കൺകെട്ട് പ്രകടനങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിയാം, ഇത്തരത്തിലുള്ള വലിയ ആഗോള യോഗങ്ങൾ സംഘടിപ്പിക്കുക,
അവിടെയെല്ലാം ഇവന്റ് കമ്പനികൾ വന്ന് വിദേശികളെ സ്വീകരിക്കുക. ഇതെല്ലാം കാണിക്കുന്നത് ആത്മവിശ്വാസമല്ല, ആത്മവിശ്വാസം കുറവാണ് എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം. നമ്മൾ അതുപോലെ ആവർത്തിക്കാനുള്ളവരല്ല. നമ്മൾ മൂർത്തമായ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അവർക്ക് അകത്തുള്ള ഇൻഇക്വാലിറ്റി, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പണക്കാരനും പാവപ്പെട്ടവരും തമ്മിലുള്ള അസമത്വം നിർത്തലാണ് നമ്മുടെ വികസന പാത എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കഴിയണം. അതും ഒരു കോൺഗ്രസിനും കഴിയണം. കോൺഗ്രസിനും അതിവേഗം ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളിൽ വീഴുന്നവരാണെന്ന് നമുക്കറിയാം. പണ്ട് ഉമ്മൻചാണ്ടിയുള്ളപ്പോ എന്താണ് ജിം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് എന്തായി അതിന്റെ ഫലം? അപ്പൊ ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് RSS ഭരണത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഒരു നിഷേധാത്മക വ്യക്തതയാണ്, നെഗറ്റീവ് ക്ലാരിറ്റി. ഇത് നമ്മൾ ചെയ്യരുത്. ഇത്തരത്തിലുള്ള പ്രതിമ കെട്ടലല്ല, വലിയ മ്യൂസിയങ്ങൾ, ഇപ്പൊ പാറ്റ്ന മ്യൂസിയം ഒക്കെ വെറും ഒരു ഭക്തി മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. നാഷണൽ മ്യൂസിയം ഇൻ പാറ്റ്ന. ഞാൻ ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ, ഇന്ത്യ ബ്ലോക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ ഞാൻ വെറുതെ പണ്ടത്തെ പാറ്റ്നയിൽ പോയി. അതിലൊരു പുതിയ വിഭാഗം ആരംഭിച്ചിരിക്കുന്നു. ജടയിൽ നിന്ന് ഗംഗയൊഴുകുന്ന ശിവനും ഒക്കെ ചരിത്രമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഗാലറി, ലോട്ടസ് ഗാലറി, ചരിത്ര മ്യൂസിയത്തിലാണ്. അപ്പൊ ഇത് RSS BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഇൻഡോറിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീണ്ടുക്കൾ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് എനിക്കും പറയേണ്ടത്. ഇത് ഈ മുഖം മൂടി അഴിഞ്ഞു വീണ് എന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും എന്ന് കരുതട്ടെ. അതെ, അറിയാൻ പന്തളത്ത് തിരിച്ചറിഞ്ഞ പോലെ പന്തളത്ത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അവിടെ 5 വർഷം BJP ഭരിച്ചപ്പോൾ എന്ത് വികസനം ഉണ്ടായതെന്ന് ജനങ്ങൾക്ക് അതിവേഗം തിരിച്ചറിഞ്ഞ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ പാലക്കാട് ഇത്രയും കാലം ഭരിച്ചിട്ട് അതിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ. അതുപോലെ രാജ്യവ്യാപകമായി ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള പ്രചരണങ്ങളാണ് ജനാധിപത്യ കക്ഷികൾ നടത്തേണ്ടത്. അങ്ങനെ സംഭവിക്കട്ടെ. അതായത് താങ്കൾ പറഞ്ഞ പോലെ സ്പെക്ടക്കിൾ വീഴാതെ റിയൽ ഇഷ്യൂവിലും റിയൽ ഡെവലപ്മെന്റിലും നേരാമണ്ണമുള്ള വികസനത്തിലും ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉദ്ധാരണത്തില് ഊന്നിയ വികസനത്തില് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.